ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡ്യൂട്ടിയുള്ളൊരു ദിവസമായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോരുന്ന വഴിക്ക് ചിക്കൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിയിട്ടേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കണം, ചിക്കൻ കറിയും വെക്കണം. എന്നാൽ പിന്നെ നമുക്ക് ചിക്കൻ ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ വെച്ചാലോ? ചിക്കനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്താണ് ഇന്ന് ബിരിയാണി വെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആയിരുന്നു ഇത്. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. അരമണിക്കൂർ ശേഷം നമുക്ക് ചിക്കൻ ബിരിയാണികൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കാം. സാലഡിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ചേട്ടൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ സാലഡും റെഡിയാക്കി തന്നു. എന്നാൽ പിന്നെ നമുക്കിനി ചിക്കൻ കറി അങ്ങ് വെക്കാം. അങ്ങനെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലയൊക്കെ ഇട്ട് സവോളയൊക്കെ വഴറ്റി തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി എല്ലാം റെഡിയാക്കി മസാലയൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താലോ? അങ്ങനെ ചിക്കൻ ഫ്രൈക്കായിട്ട് പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഫ്രൈ ആവട്ടെ. ഇത് ഫ്രൈ ആയതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ ബിരിയാണി വെക്കാനായിട്ട്. അരമണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളത്തിൽ അരി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അങ്ങനെ സവോളയൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കുരുമുളക് പട്ട ഗ്രാമ്പു ഒക്കെ ഇട്ട് തക്കാളി അരച്ചൊഴിച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി അതിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുതിരാനായിട്ടിരുന്ന അരിയും ഇതിലേക്ക് ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് വേകട്ടെ. ഒറ്റ വിസിലിന് തന്നെ വേഗം, കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്താണല്ലോ വെച്ചേക്കുന്നത്. അരി ഓൾറെഡി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു സന്തോഷത്തിന് കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്ത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.